നീ രാവിലെ എണീറ്റപ്പോൾ നിനക്കൊരു ഒരു സുഖമില്ല. ഒരു ടെൻഷനും ഒരു എന്തോ ഒരു സമാധാനക്കുറവ് പോലെ. നിനക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഒരു കാര്യവും ചെയ്യാൻ തോന്നുന്നില്ല. ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബോറടിച്ചിരിക്കുകയാണ്. എന്നാ ഒരു സിനിമയ്ക്ക് പോവാം. അങ്ങനെ എന്നോട് ഒരു മൂവി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സുഖമാണോ? സുഖമാണ്. അപ്പൊ ഇന്നത്തെ വിഷയം സുഖമാണോ? സുഖമാണ്. വെൽക്കം ടു മൂവി ട്രക്ക് വീഡിയോ. നമസ്കാരം. നവാഗതനായിട്ടുള്ള അരുൺലാൽ രാമചന്ദ്രനാണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അണിയറ പ്രവർത്തകരായിട്ട് എല്ലാവരും ഏകദേശം പുതുമുഖങ്ങളാണ്. ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ആരെയും അങ്ങനെ റെക്കഗ്നൈസബിൾ ആയിട്ട് കണ്ടില്ല. പിന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത് മാത്യു തോമസും ദേവിക സഞ്ജീവാണ്. മാത്യു തോമസിനെ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി അഭിനയമായിരുന്നു. പുള്ളി നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സും എല്ലാം പുള്ളിക്ക് ഭയങ്കരമായിട്ട് വഴങ്ങുന്നുണ്ട്. അതായത് ഒരു ഒരു നായക നിരയിലേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആള്. ആളുടെ ആ ഒരു ആക്ടിങ്ങും നമുക്ക് ചില 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 സീനുകളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് മാത്യുവിന്റെ കാര്യത്തിൽ. പിന്നെ ദേവിക സഞ്ജയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ പ്രകാശൻ സിനിമയിലെ അതേ ഒരു ടോണാണ് പടം പിടിച്ചിരിക്കുന്നത്. ഒരു ഫീൽ ഗുഡ്, നമുക്കൊരു ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് കണ്ട് എന്താ പറയാ, ഒരു മനസ്സിനെയൊക്കെ നമുക്ക് ഒരു ചെറിയ സന്തോഷം. ആദ്യമേ തന്നെ പടം തുടങ്ങുന്നത് ഒരു ചെറിയ സെന്റി മൂഡിലാണെങ്കിൽ പോലും പിന്നീട് പടം ക്ലച്ച് പിടിച്ച് വരുമ്പോൾ നല്ല രസമായിട്ടാണ് പടം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഒരു ഞാൻ പ്രകാശൻ വൈബിലിരുന്ന് ഇങ്ങനെ കണ്ട് നമുക്കൊരു സെന്റിമെന്റൽ ആയാലും നമുക്കൊരു ഹാപ്പിനെസ് വന്നിട്ടായാലും എല്ലാം ഒരു ഒരു സെയിം ടെംപ്ലേറ്റ്, അതും നല്ല ഭംഗിയായിട്ട് വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതാണ് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പാട്ടിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അത് നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള സോങ് ആണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. നമ്മൾ ഫുള്ളി അത് എൻഗേജ്ഡ് ആക്കി കളയണം നമ്മളെ. അപ്പം ചെറിയ ചെറിയ തമാശകളും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ തമാശകളും ഇപ്പോഴത്തെ ഓരോ യുവാക്കളും അനുഭവിക്കുന്ന അവസ്ഥകള്, മെന്റൽ പ്രഷേഴ്സ് എല്ലാം പടത്തില് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ അവസ്ഥ കുറച്ച് ഉൾവലിഞ്ഞാണ് നമ്മുടെ നായകൻ ജീവിക്കുന്നത്. പിന്നെ അവൻ്റെതായിട്ടുള്ള മാനസിക സംഘർഷങ്ങള്, അവന്റെ ജീവിതത്തിലേക്ക് പെടുന്ന കുറച്ച് ആളുകള്, അവരുടെ ജീവിതങ്ങള്, അവരെങ്ങനെയായിരുന്നു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, പിന്നീട് വരുന്നവര്, നായിക വരുന്നു, അങ്ങനെ ഒരു നായകന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കഥ പോകുന്നു. പതിയെ 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 മറ്റുള്ളവർ അതിനകത്തേക്ക് എൻ്റർ ആവുന്നു. അത് കഴിഞ്ഞ് പതിയെ നായിക അതിലേക്ക് എൻ്റർ ആവുന്നു. പിന്നെ നായകനും നായികയും ഒരുമിച്ച് സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് അവന് കുറെ നാളുകൾക്ക് ശേഷം ഒരു സന്തോഷം വന്നിട്ട് പിന്നീട് എന്ത് പറ്റുന്നു, ഇതൊക്കെയാണ് പടം ചർച്ച ചെയ്യുന്നത്. ഒരു ലൈറ്റ് ഹാർട്ടഡ്, ഒരു ഫാമിലി എന്റർടൈനർ. നമുക്ക് അധികം ഒന്നും ടെൻഷൻ അടിക്കാണ്ട് നമ്മുടെ ടെൻഷനുകളെയൊക്കെ മാറ്റി വെച്ച് സമാധാനമായിട്ടിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബ ചിത്രം. അതാണ് ഈ പടം. പിന്നെ ഇവർ രണ്ടുപേരും മാത്രമല്ല, ജഗദീഷ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതും ജഗദീഷിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് വരുന്ന സ്റ്റോറിയാണ്. അതിൽ നിന്നും ഒരാളുടെ അവസ്ഥാന്തരങ്ങളും അയാൾക്ക് പറ്റുന്ന വേറൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന സങ്കടങ്ങള്, അതിനെ തുടർന്ന് വരുന്ന അയാളുടെ അവസ്ഥ, പിന്നീട് അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങള് എല്ലാം ജഗദീഷ് ഒരു രക്ഷയില്ല. മൂപ്പരൊരു സിനിമയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖം നമുക്കത് ഫീൽ ചെയ്യും. ഒരു ഫീൽ ഗുഡ് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ഓൾറെഡി അഭിനയിക്കും. മൂപ്പര് ഗംഭീര അഭിനയമാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ നമുക്ക് മനസ്സിലാവില്ല, അത് വേറെ കാര്യം. ഇതുപോലെ തന്നെയാണ് മാത്യുവിന്റെ കാര്യത്തിൽ വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ചില എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവന്റെ നല്ല ഭംഗിയായിട്ടുള്ള എക്സ്പ്രഷൻസുകളാണ്. ഇവര് മൂന്നുപേരെയും കൂടാതെ തന്നെ പിന്നെ കുടശനാട് കനകം എന്ന് പറഞ്ഞൊരു അമ്മച്ചിയുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സ്ഫടികൻ ജോർജ് ഉണ്ട്. സ്ഫടികൻ ജോർജും കുടശനാട് അമ്മച്ചിയും, കുടശനാട് കനകം, അതാണ് അമ്മച്ചിയുടെ പേര്. അവരൊക്കെ അടിപൊളിയാണ്. ഇത് കൂടാണ്ട് നോബി ഉണ്ട്, അഖിൽ കവലിയൂരുണ്ട്, പിന്നെ അബിൻ ഉണ്ട്, പിന്നെ ഒരു ജാപ്പനീസുകാരി ഉണ്ട്, പേര് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഇതിനകത്ത് ക്യാമിയോ ആയിട്ട് രണ്ടുപേര്, ഒന്ന് മണിക്കുട്ടൻ, പിന്നെ നമ്മുടെ സെൽവനൊക്കെ കുറച്ച് വളരെ ചെറിയ ക്യാമിയോ ഉള്ളൂ, മണിക്കുട്ടനും സെൽവനും, പക്ഷെ ഭയങ്കര രസം രണ്ടുപേരും.
നമ്മള് മണിക്കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ചുരുക്കം പടത്തിലെ പുള്ളിനെ കാണിക്കുന്നുള്ളൂ. ഇതിനകത്തൊക്കെ അടിപൊളി ക്യാരക്ടറാ. അത് ഒരു 10, 15 മിനിറ്റേ വരുന്നുള്ളൂ എങ്കിലും അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല നല്ല ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് അടിപൊളിയാണ്, ക്യാരക്ടർ അടിപൊളിയാണ്. സെൽവനും അതെ. സെൽവന് കുറച്ചു നേരം വന്നിട്ട് അത് തീരുകയാണ്. പിന്നീട് ഇവര് 3 പേരുടെയും യാത്രകളാണ് കാണിക്കുന്നത്. മാത്യുവിന്റെയും ജഗദീഷിന്റെയും പിന്നെ ദേവികയുടെയും. ഇവര് 3 പേരുടെയും യാത്രകള്, അവരുടെ സന്തോഷങ്ങള്, പിന്നീട് ചെറിയ 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 സങ്കടങ്ങള്, നുറുങ്ങ് സങ്കടങ്ങളാണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ സങ്കടപ്പെടുന്ന അങ്ങനെയല്ല. നുറുങ്ങ് സങ്കടങ്ങള്. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വഴിത്തിരിവ്. ഇതൊക്കെയാണ് പടം കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമുക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചൊക്കെ പോവാണ്. നമുക്കൊരു മൈൻഡൊക്കെ ഇച്ചിരി ശോകമാണ്. നമ്മളിപ്പോ ഒരു ജോലിക്കൊക്കെ പോയി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നമ്മൾ വന്നേങ്കിൽ നമുക്കൊന്ന് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സുഖമാണോ സുഖമാണ്. നല്ല ഒരു ഫാമിലി എന്റർടൈനർ. മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അങ്ങനെയായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്കുള്ള കമന്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.